ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ യൂസ് മോട്ടോർ ഗാരേജ് ആൻഡ് ട്രാവലും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലംബോർഗിനിയുടെ ഫിനോമിന റോഡ്സ്റ്റർ എന്നൊരു കാറിനെ പറ്റിയാണ്. അതും ലംബോർഗിനി കാറിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കാറാണ്. സോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഫീച്ചേഴ്സിട്ട് കിടക്കുന്നുണ്ട്, റിസ്ക് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ട്രയാങ്കിൾ റിസ്കിൽ സിമ്പിളായിട്ട് നമ്മൾ സോൾവ് ചെയ്തു. ട്രിക്കൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോസ് കാണാമല്ലോ നമ്മുടെ ലംബോർഗിനി ഫിനോമിന റോഡ്സ്റ്റർ. അപ്പോൾ എന്തായാലും 2026 മെയ് മാസം, അതായത് ഈ വർഷം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ലാംബോർഗിനി പുറത്തിറക്കിയ അതിശക്തമായ ഓപ്പൺ ടോപ്പ് ഹൈപ്പർ കാറാണ് ലംബോർഗിനി ഫിനോമിന റോഡ്സ്റ്റർ. സോ ഈ വർഷം കഴിഞ്ഞ മാസം ലംബോർഗിനി പുറത്തിറക്കിയ അതിശക്തമായ ഓപ്പൺ ടോപ്പ്, അതായത് നമ്മുടെ ചില കാറൊക്കെ എടുക്കുന്നുണ്ടാകും, നമ്മുടെ റോൾസ് റോയ്സിനൊക്കെ പുറകു വശമൊക്കെയാണെങ്കിൽ ഫാൻറ്റം റേറ്റ് ഡോൺ കളിനാണ്. അപ്പോൾ ഫാൻറ്റത്തിലോ അറിയത്തിലോ ഡോണിലെങ്ങാണ്ട് നമ്മുടെ ഈ ടോപ്പ് പക്ഷേ എൻ്റെ റൂഫ് ഭാഗം എന്ത് ചെയ്യാൻ പറ്റും, മടക്കി ഒളിപ്പിച്ച് വെക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കാറാണ് നമ്മളുടെ ഈ ഫിനോമിന റോഡ്സ്റ്റർ. പിന്നെ വെറും 15 യൂണിറ്റുകൾ മാത്രം നിർമ്മിക്കുന്ന ഈ ലിമിറ്റഡ് എഡിഷൻ മോഡൽ ലംബോർഗിനിയുടെ ഏറ്റവും പവർഫുൾ ആയ ഓപ്പൺ ടോപ്പ് കാറാണ്. അതായത് ഈ കാർ 15 യൂണിറ്റ് വിടും. അതായത് നമ്മുടെ ബുഗാട്ടി ചിറോണിനെ കാട്ടി ബുഗാട്ടി ഡിവോയിനെ കാട്ടി കുറവാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ കാറിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെ വെച്ചാൽ എൻജിൻ കരുത്തുണ്ട്, അപ്പോൾ ഭയങ്കര ഈസിയാണ്. എൻജിൻ കരുത്ത്, വേഗത, അതായത് പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈന്, പിന്നെ റോഡ്സ്റ്ററിൻ്റെ പ്രത്യേകതകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഇത് നമ്മളുടെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഫീച്ചേഴ്സ്: എൻജിൻ കരുത്ത് 6.5 ലിറ്ററിൻ്റെ ഉള്ളൊരു എൻജിനാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് V12 എൻജിനും അതുപോലെ തന്നെ ഹൈബ്രിഡ് സംവിധാനവും ചേർന്നാണ് ഇത് കരുത്ത് പകരുന്നത്. ഏകദേശം 1065 bhp മുതൽ 1080 HP വരെ കരുത്ത് ഈ കാറിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 3 ഇലക്ട്രിക് മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മണിക്കൂറിൽ 340 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ ഇതിന് കഴിയും. 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കേവലം 2.4 സെക്കൻഡുകൾക്കുള്ളിൽ കൈവരിക്കുന്നു. അതായത് ഇത്ര സൂപ്പർസോണിക് കാറാണിത്. പിന്നെ ഡിസൈൻ വരുന്നത് പൂർണ്ണമായും കാർബൺ ഫൈബർ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം. ലംബോർഗിനി റിവോൾട്ടോയുടെ പ്ലാറ്റ്ഫോമിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ലംബോർഗിനി റിവോൾട്ടോയുടെ ലൈറ്റും കാര്യങ്ങളും എടുത്താണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്ക്ലൂസിവിറ്റി, അതായത് വെറും അതിൻ്റെ ക്ഷാമം എന്നൊക്കെ പറയാം. ഇത് വെറും 15 മോഡലിലേ നിർമ്മിച്ചിട്ടുള്ളൂ, 15 യൂണിറ്റേ ഉള്ളൂ നിർമ്മിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപൂർവമായ ഒരു മോഡലായി ഇതിനെ മാറ്റുന്നു. അതായത് മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഇതിൻ്റെ 15 മോഡലേ ഉള്ളൂ. ബുഗാട്ടി ഡിവോയിനെ കാട്ടി കുറവാണ്. ഇതിൻ്റെ വില വരുമ്പോൾ ഏകദേശം $7 മില്യൺ ഇതിൻ്റെ വില. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ പറയുമ്പോൾ 47 കോടി അതിൻ്റെ മണ്ടക്കെട്ട് വരും. സോ പിന്നെ ലംബോർഗിനിയുടെ ഇത് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഓൺ ടോപ്പ് മോഡലാണ്. അതായത് നമ്മുടെ മുൾവശം റൂഫ് തുറക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാറാണ് ഫിനോമിന റോഡ്സ്റ്റർ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. സോ ഇതാണ് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ
എന്താണ് ഇതിൻ്റെ അൾട്രാ ലിമിറ്റഡ് സൂപ്പർ കാറാണിത്. അൾട്രാ ലിമിറ്റഡ് സൂപ്പർ കാറാണിത് സത്യത്തിൽ. സോ എന്തായാലും ഇത് നല്ല ഒന്നര കാർ തന്നെയാണ്. ഇതിൻ്റെ ഷാർപ്പ് എഡ്ജസും ഷാർപ്പ് ലൈനും എല്ലാം വരുന്നുണ്ട്. ഷാർപ്പ് ലൈനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ലംബോർഗിനി റോഡ്സ്റ്ററാണ് ഇതിൻ്റെ പേര്, ഫിനോമിന റോഡ്സ്റ്റർ. അപ്പോൾ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ കഴിഞ്ഞാൽ കിട്ടും. ലംബോർഗിനി ഇതിൻ്റെ ടെമറാറിയോൻ്റെ ഹെക്സഗണൽ ലൈറ്റ്, അതിൻ്റെ ഫോഗ് ലൈറ്റൊക്കെ ഹെക്സഗണലാണ്. ഇതുപോലെ തന്നെ ഹെക്സഗണലായിട്ടുള്ള അതിൻ്റെ അലോയ് വീലും അതുപോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. അലോയ് വീല് ഹെക്സഗണൽ അലോയ് വീലും എന്താണ്, പിന്നെ അതുപോലെ ഹെക്സഗണലായിട്ടുള്ള എന്താണ് അതിൻ്റെ എക്സോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റൂഫും അടിപൊളിയാണ്. പിന്നെ 2 സ്പോയിലറാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. 2 സ്പോയിലർ ഞാൻ പടം കാണിച്ചു തരാം. റോഡ്സ്റ്റർ 2026 ഇതിൻ്റെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ഫിനോമിന റോഡ്സ്റ്റർ എക്സോസ്റ്റ് പിക്ചർ എടുത്ത് കുറച്ച് കിട്ടി. സോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. സൂം ചെയ്ത് കാണിച്ചു തരുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലാവും. സോ ഇതാണ് അതിൻ്റെ 2 സ്പോയിലർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. 2 സ്പോയിലർ ഹെക്സഗണൽ വീല് വരുന്നുണ്ട്. ഹെക്സഗണൽ അലോയ് വീല് വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ടൂവിൻ്റെ ലൈറ്റും സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ ഷാർപ്പായിട്ടുള്ള ഫ്രണ്ട് ലൈനുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ഓൺ ടോപ്പ് കാർ എന്ന് പറയുന്നത്. ഓൺ ടോപ്പ് കാർ വേറെയാണ്, ഇതിൻ്റെ വേറെയാണ് എടുത്തത്. സോ ഇതാണ് നമ്മളുടെ ഓൺ ടോപ്പ് കാർ എന്ന് പറയുമ്പോൾ ഉണ്ട്. ഇതിൻ്റെ നീളവശം തുറന്നിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റൊക്കെ നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കും. അത് അത്രയ്ക്ക് ഓൺ ടോപ്പാണിത്. ഓൺ ടോപ്പല്ല, നമ്മുടെ ലംബോർഗിനി കാറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഓൺ ടോപ്പ് കാറ് ഇല്ലെന്നാണ് പറയുന്നത്. സോ അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനലിൽ നമുക്ക് ഡയറക്റ്റ് കയറാൻ സാധിക്കുന്നതാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് നല്ല ഒറിജിനൽ QR കോഡ് തന്നെയാണ്. ഇതിൻ്റെ സിസ്റ്റം തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ് വേണം, അയച്ച് കിട്ടും. സോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ നേരെ നമ്മളുടെ സൈറ്റിലോട്ടാണ്, നമ്മുടെ ചാനലിൻ്റെ സൈറ്റിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുക. സോ ഇത് ഒറിജിനൽ തന്നെയാണ്. ഇതിൻ്റെ ടെസ്റ്റിംഗ് ഞാൻ കുറച്ച് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ അപ്പോൾ നേരെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നേരെ നിങ്ങൾ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ സൈറ്റിൽ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ അപ്പോൾ എന്തായാലും അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.